പവിത്രത്തിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദർശൻ വേദയെ കാണാൻ വരുന്നു. മാഷ് വേദയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ദർശനെ കണ്ടതും വേദ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഞങ്ങളുടെ എതിർ വക്കീലല്ലേ, നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അതിന് ഞാനൊരു വക്കീലായിട്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ നിൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ അച്ഛൻ വിക്രമിൻ്റെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അവൻ്റെ ഭാഗത്ത് എന്തോ ഒരു ശരിയുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. പിന്നെ നിൻ്റെ അച്ഛനൊരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ പിന്നെ ഉണ്ടാവുകയെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് നീ ഈ കേസിൽ നിന്ന് പിന്മാറുന്നതാണ് വേദ നല്ലതെന്ന് ദർശൻ പറയാണ്. ഇത് കേൾക്കുന്ന മാഷി പറയുന്നുണ്ട്, ദർശൻ, നീ ഇങ്ങോട്ട് വന്നതും ഇപ്പോൾ നീ സംസാരിച്ചതും ശരിയല്ല. നീ ഇതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് തെറ്റല്ലേ ദർശൻ എന്ന് ചോദിക്കുകയാണ്. വേദയും പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇതിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛാ. ആരെന്ത് പറഞ്ഞാലും ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോവും. ദർശന് പോവാം എന്ന് പറയാണ്. അങ്ങനെ ദർശൻ അവിടെ നിന്നും മടങ്ങി പോകുന്നുണ്ട്. പിന്നീട് ദർശനെ കാണാനായി ശ്രീയും വർഷയും ചെല്ലുന്നു. ശ്രീ ദർശനോട് ചോദിക്കുന്നുണ്ട്, അതെ ദർശ, അച്ഛൻ നിന്നെയല്ലേ ജൂനിയറായി ഒപ്പം കൂട്ടിയിരിക്കുന്നത്? അപ്പോൾ ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നീ വിക്രമിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഏത് കാര്യം നീ പറയുന്നത്? വിക്രമിൻ്റെ കേസിൻ്റെ കാര്യം? എനിക്കൊന്നും അറിയത്തില്ല, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ലേ? ഒരു ജൂനിയർ വക്കീലിനോട് മുതിർന്ന വക്കീൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലോ, നീ നുണ പറയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദർശൻ തീർത്ത് പറയുന്നുണ്ട്, ഇല്ല, ഈ കേസിനെ പറ്റി എന്നോടൊന്നും സാറ് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞെങ്കിൽ തന്നെ ഒരു കേസിൻ്റെ കാര്യം മറ്റൊരാളോടും പറയത്തില്ല. അത് ഞങ്ങളുടെ ചട്ടപ്രകാരം അങ്ങനെയാണ്. ഞാൻ ആ സത്യം ആരോടും തന്നെ പറയത്തില്ല. ഇത് കേട്ട് വർഷയ്ക്ക് ദേഷ്യം വരുവാണ്. എടാ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഇത് നിൻ്റെ പെങ്ങളുടെ ഭർത്താവാണെന്നുള്ള വിചാരം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ആരായാലും എന്താ ചേച്ചി, ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. ആര് ചോദിച്ചാലും ഈ ഒരു കേസിൻ്റെ കാര്യവും തുറന്നു പറയത്തില്ല ഞാൻ, അത് ഉറപ്പാ ചേച്ചി എന്ന് പറയാണ്. ശരി, ഞങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും മടങ്ങുന്നു. പിന്നീട് കമലാമ്മയും ശ്രീജയും എല്ലാവരും തന്നെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദിനിയും വിനയനും കൂടെ വരുന്നുണ്ട്. നന്ദിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീജ ചോദിക്കുന്നുണ്ട്, അല്ല നന്ദിനി, നീ ഇതെങ്ങോട്ടാ? അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ ചേച്ചി, ഞാനേ കോടതിയൊന്നും കണ്ടിട്ടില്ല, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനും വരുന്നു ചേച്ചി എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും എല്ലാം ഒന്ന് എനിക്ക് കാണണം ചേച്ചി, എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞാനും വരുന്നു എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കോടതിയിലേക്ക് പോകുന്നുണ്ട്. ശങ്കരനാരായണൻ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയം ശ്രീ വന്ന് ചോദിക്കുന്നു, അല്ല അച്ഛാ, ഇത്രയും വേണമായിരുന്നു? എന്തിനാ അച്ഛാ വിക്രമിൻ്റെ കേസ് ഏറ്റെടുത്ത് വാദിക്കുന്നത്? അവൻ നമ്മളോട് ചെയ്ത ദ്രോഹമൊക്കെ അച്ഛന് മറന്നുപോയോ? നമ്മുടെ വേദിയുടെ ജീവിതം നശിപ്പിച്ചത് അവനല്ലേ, നമ്മുടെ മാനം കെടുത്തിയതും അവനാണ്. പിന്നെ ഈ കേസ് ഏറ്റെടുത്ത് വാദിക്കേണ്ട ആവശ്യം അച്ഛനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കാം, പക്ഷേ ഞാനീ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. പിന്നീട് പത്മയെ അന്വേഷിക്കുകയാണ് ശങ്കരനാരായണൻ. അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് പൂജയെല്ലാം കഴിഞ്ഞ് ഒരു താലം പിടിച്ചു കൊണ്ടുവരികയാണ്. പത്മ ശങ്കരനാരായണന് കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ ഈ പൂജ ചെയ്യുമായിരുന്നു, ഏട്ടൻ ഈ കേസിൽ വിജയിച്ച് വരാൻ വേണ്ടി എന്ന് സന്തോഷത്തോടെ പറയുകയാണ്. ഈ സന്തോഷം കാണുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ പത്മ, നീ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ മരുമകൻ്റെ സ്ഥാനത്ത് നിന്നോ എനിക്ക് വേണ്ടപ്പെട്ടവൻ്റെ സ്ഥാനത്ത് നിന്നോ അല്ല ഞാൻ അവനെ രക്ഷിക്കാൻ പോകുന്നത്. ഇപ്പോഴും എൻ്റെ ശത്രു തന്നെയാണ്, മിത്രമല്ല. പിന്നെ ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്.
അത് നീ മനസ്സിലാക്കണം എന്നിങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുകയാണ് ശങ്കരനാരായണൻ. അപ്പോൾ ഇത് കേട്ടിട്ട് പത്മയുടെ മുഖം ഒന്ന് മങ്ങുന്നുണ്ട്. പിന്നീട് എല്ലാവരും തന്നെ കോടതിയിലേക്ക് വരുന്നു. നമ്മുടെ വിക്രമിനെയും പോലീസ് വാഹനത്തിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. വിക്രമിനെ കണ്ടതും കമലാമ്മ ഓടി ചെല്ലുന്നുണ്ട്. വിക്രം കൈ കൊണ്ടിങ്ങനെ വേണ്ട അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള അർത്ഥത്തിൽ കൈ കാണിക്കുന്നു. അപ്പോൾ കമലാമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. പിന്നീട് നമ്മുടെ നന്ദിനിയാണെങ്കിൽ ഹായ് വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിന് നേരെ കൈ വീശി കാണിക്കുകയാണ്. വിക്രമാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. നന്ദിനിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരും കേട്ടോ. നന്ദിനി വിനയനോടായി പറയുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങളുടെ അനിയൻ്റെ ഒരു അഹങ്കാരം. ഞാൻ ഹായ് വിക്രം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹായ് തന്നോ, അതുപോലും ഇല്ല എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന വിനയം പറയുന്നുണ്ട്, അതെ നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇതൊരു കോടതിയാണ്, സ്വല്പം മര്യാദയെങ്കിലും കാണിക്കുന്നേ. അമ്മ കണ്ടില്ലേ വിഷമിച്ച് നിൽക്കുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നന്ദിനിയാണെങ്കിൽ ഈ പാർക്കിലൊക്കെ വന്നതുപോലെ എല്ലായിടത്തും കൂടി നടന്ന് കാണുന്നു, പിന്നെ സെൽഫി എടുക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ നന്ദിനി വളരെ ഹാപ്പിയാണ്. വിനയനാണെങ്കിൽ ഇതെല്ലാം കണ്ണി ചമ്മി നിൽപ്പുണ്ട്. പിന്നീട് നന്ദിനിയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് വിനയൻ. കോടതിയിൽ വാദം തുടങ്ങുന്നു. പ്രതിക്കൂട്ടിൽ നമ്മുടെ വേദ നിൽപ്പുണ്ട്. ശങ്കരനാരായണൻ വേദയോടായി ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് വേദ ശങ്കരനാരായണൻ. എന്തുകൊണ്ട് നിൻ്റെ പേരിൻ്റെ ഒപ്പം നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വെക്കുന്നില്ലെന്ന് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൻ്റെ ഒപ്പം എൻ്റെ അച്ഛൻ്റെ പേര് വെച്ചിരിക്കുന്ന വേദ മറുപടി പറയുകയാണ്. എല്ലാം കേട്ട് എതിർവക്കീൽ എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെന്ന്. എല്ലാം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വിസ്തരിക്കാൻ അനുവാദം ചോദിക്കുകയാണ് ശങ്കരനാരായണൻ. പിന്നീടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനുകളങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ ഒന്ന് ചിന്തിക്കുന്നുണ്ട് എന്ത് പറയണമെന്നറിയാതെ. അയാളൊരു ഗുണ്ടയാണ്, റൗഡിയാണ്, ആളുകളെ തല്ലലാണ്, കൊല്ലലുമാണ് അയാളുടെ ജോലി എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഉണ്ടോ യുവർ ഓണർ, ഇവരുടെ ഭർത്താവിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു മര്യാദയുമില്ലാത്ത സംസാരമാണ് അവർ സംസാരിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ അവർക്ക് അവരുടെ ഭർത്താവിനോട് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. മിസ്സിസ് വേദ, താങ്കളുടെ ജോലി എന്താണ്? ഞാൻ US ബിസിനസ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യുകയാണ്, വർക്ക് ഫ്രം ഹോം എന്ന് പറയാണ് വേദ. ഓക്കെ, സംഭവം ഒന്ന് വിശദീകരിക്കാമോ എന്ന് പറയുകയാണ്. ശരി. അന്നേ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി മടങ്ങി വരികയായിരുന്നു. ഓട്ടോയിലായിരുന്നു ഞാൻ. അപ്പോൾ വിക്രം ഒരാളെ ഇട്ട് അടിക്കുന്നതാണ് ഞാൻ കണ്ടത്. അയാളെ വല്ലാതെ മർദ്ദിച്ചു. ദിവസം വിക്രം ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ കളർ അത് ഒരു ബ്ലാക്ക് ഷർട്ടായിരുന്നു. ഓക്കെ, ഇത്രയും വിദ്യാഭ്യാസമുള്ള താങ്കൾ എന്തുകൊണ്ട് സംഭവം നടന്ന അന്ന് ആ നിമിഷം തന്നെ നിങ്ങൾ പോലീസിനെ വിളിച്ചില്ല എന്ന് ചോദിക്കുകയാണ് ശങ്കരനാരായണൻ. ഇത് കേൾക്കുന്ന വേദയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മറുപടി പറയാനില്ല. സൈലൻ്റായി നിൽക്കുകയാണ് വേദ. അത് കാണുന്ന ശങ്കരനാരായണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അതെ, അന്നേ ദിവസം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മിസ്സിസ് വേദയ്ക്ക് പോലീസിനെ വിളിക്കാനും കഴിയത്തില്ല, അതാണ് സംഭവിച്ചത് എന്ന് പറയാണ്. അച്ഛൻ എന്തിനാ ഈ കേസിനെ ഇങ്ങനെ വളച്ചൊടിക്കാൻ നോക്കുന്നത്? ഞാൻ കണ്ടതാണ് അച്ഛാ, വിക്രം അവനെ ഇട്ട് അടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് വേദ പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ കുറച്ച് ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട്, അതെ അച്ഛനോ? ഞാൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണനാണെന്ന് പറയാണ്. അപ്പോൾ വേദ സോറി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശങ്കരനാരായണനാണെങ്കിൽ എങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല, ഇതെല്ലാം കെട്ടുകഥയാണെന്നും പറഞ്ഞുകൊണ്ട് വാദിക്കുന്നുണ്ട്.